ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റീയൂസബിൾ ഡയപ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. ബേബീസിന് ഫ്രം ഒരു 3 months ഓൺവേർഡ്സ് അല്ലെങ്കിൽ 2 to 3 months ഓൺവേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റീയൂസബിൾ ഡയപ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. അത് നമുക്കിപ്പോൾ പർച്ചേസ് ചെയ്ത ഒരു 1 to 2 years അല്ലെങ്കിൽ 3 years വരെയൊക്കെ ഉപയോഗിക്കാവുന്നേ. നിങ്ങളെങ്ങനെയാണ് പോട്ടി ട്രെയിൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക്ക്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ വരുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ഞാൻ മെയിനായിട്ട് ബേബി റിലേറ്റഡ് അല്ലെങ്കിൽ മേക്കപ്പാണ്. മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ ബേബി റിലേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ DIY അങ്ങനത്തെ കുറച്ച് വീഡിയോസാണ് ഞാൻ ചെയ്യാറ്. നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റിയൂസബിൾ ഡയപ്പേഴ്സ് എന്താണ്. റിയൂസബിൾ ഡയപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ഡയപ്പേഴ്സിനേക്കാളും നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് യൂസ് ആൻഡ് ത്രോ അല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റിയൂസബിൾ ഡയപ്പേഴ്സ്. ജസ്റ്റ് ഡയപ്പേഴ്സ് പോലെ തന്നെ അബ്സോർബ് ചെയ്തെടുക്കും. നമ്മൾ നോർമൽ ഡയപ്പേഴ്സ് നന്നായി അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ റിയൂസബിൾ ഡയപ്പേഴ്സ് നന്നായി അബ്സോർബ് ചെയ്യും. ഒരു 3 to 4 hours സെയിം ഡയപ്പേഴ്സ് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റിയൂസബിൾ ആയിട്ടുള്ള ഡയപ്പേഴ്സ്. നമുക്ക് ഡയപ്പേഴ്സ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു 3 to 4 hours നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റിയൂസബിൾ ഡയപ്പേഴ്സ്. റിയൂസബിൾ ഡയപ്പേഴ്സ് ജസ്റ്റ് നോർമൽ ഡയപ്പേഴ്സിനേക്കാൾ ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. നെയിമിൽ തന്നെ ഉണ്ട്, നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടാവണ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എൻവയൺമെൻറ്റിന് നല്ലതാണ്. പൊതുവേ ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് വീട്ടിലൊക്കെ നന്നായി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വേസ്റ്റേജും കുറയ്ക്കാം. നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഡയപ്പേഴ്സ് ഉപയോഗിക്കാണ്ട് പറ്റില്ല. ബട്ട് നമുക്ക് വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് പരമാവധി ഈ റിയൂസബിൾ ഡയപ്പേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് നോർമൽ ഡയപ്പേഴ്സ് പോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് വാഷ് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ നോർമൽ ഡയപ്പേഴ്സിൻ്റെ പോലെ എടുത്ത് കളയുകയല്ല, നമ്മളതെടുത്തൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ റിയൂസബിൾ ഡയപ്പേഴ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ റിയൂസബിൾ ഡയപ്പേഴ്സ് എന്ന് വരുന്നത് ഇതാണ് നമ്മൾ റിയൂസബിൾ ആയിട്ടുള്ള ഡയപ്പേഴ്സ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 2 months തൊട്ടിട്ട് ഒരു 3 to 4 years വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ പോട്ടി ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡയപ്പറാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ്. ഒരു 2 to 3 years അത്യാവശ്യം നന്നായി ഓടും, ഒരു കേടില്ലാണ്ട് ഓടും. ഇപ്പോൾ ഞാനിത് ഓൾറെഡി 1 year അടുത്താവാറായി ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അതിൻ്റെ നല്ലൊരു എഫക്റ്റാണ്. ഞാൻ നൈറ്റ് ടൈം ഡയപ്പേഴ്സ് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കാറ് ഫുൾ ടൈമായിട്ട്. സ്പെഷ്യലി നൈറ്റ് ടൈമിലൊക്കെ ഞാൻ ഡയപ്പേഴ്സ് കൂടുതൽ ഇട്ട് കൊടുത്തിരുന്നത്. മോർണിംഗ് ടൈംസ് അങ്ങനെ ഇടാറില്ല, നൈറ്റ് ടൈംസിൽ ഇട്ട് കൊടുത്തിരുന്നു. ബട്ട് അത് നിർത്തിയിട്ട് ഞാനിപ്പോൾ ഫുൾ ടൈം ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം അബ്സോർബൻ്റ് ആണ്. ബേബി രാത്രി ഉറക്കത്തിലൊന്നും എനിക്കാറില്ല കരഞ്ഞിട്ട്. ഡയപ്പർ വെറ്റൊക്കെ ആയ കുട്ടികൾ എനിക്കില്ല, അങ്ങനെ ഒന്നും എനിക്കാറില്ല. കാരണം ഇത് ഫുൾ പ്രൂഫാണ്. അങ്ങനെ തീരെ നനവൊന്നും അങ്ങനെ നിൽക്കുന്നില്ല, അവർക്ക് ബോഡിയിൽ തീരെ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പാഡിങ് വരുന്നുണ്ട്. ഇങ്ങനൊരു പാഡിങ് ആണ് നമുക്ക് കിട്ടുക. ഈ ഒരു പാഡിങ് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കണവരാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് സെറ്റാണ് കിട്ടിയത്. ഇത് ഞാൻ ബ്ലാക്ക് ഒരെണ്ണം ഞാൻ വാങ്ങിയതാണ്, എന്നിട്ട് ചാർക്കോളിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ജസ്റ്റ് ഈ ഒരു ഗ്യാപ്പ് വരുന്നുള്ളൂ, ഇതിലൊന്ന് സ്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിലായിരിക്കും. ഇതിങ്ങനെ ഉൾഭാഗത്തായിട്ട് ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് നോർമൽ റെഡിയാക്കി വെക്കാറോ പതിവ്. രാത്രി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഇത് ഇട്ട് കൊടുക്കാറാണ്. ഇതിൻ്റെ ഉള്ളിലാക്കി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു പാഡിങ് വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായി അബ്സോർബ് ചെയ്യും. അതുകൂടാണ്ട് ഈ ഒരു തുണിയിൽ തീരെ വെറ്റ്നെസ് നിൽക്കില്ല. ഇതെപ്പോഴും നമ്മൾ ഇതുമ്പോൾ വെള്ളം ഒഴിച്ചാൽ തന്നെ ഉള്ളിലേക്കാണ് പോവുക, പുറത്ത് ഒരിക്കലും ഇതിൻ്റെ വെള്ളം നിൽക്കില്ല. അപ്പോൾ അത് കാരണം ബേബീസിന് മേത്ത് വരുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ തീരെ അവർക്ക് ഒരു വെറ്റ്നെസ് ഫീൽ ചെയ്യില്ല. ഇതെപ്പോഴും ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ബേബിക്കൊക്കെ ഞാനിത് ഫുൾ നൈറ്റ് ഒക്കെ ഒരെണ്ണം വെച്ചിട്ട് തന്നെയാണ് ഉപയോഗിക്കാറ്. ഞാൻ പിന്നെ മാറ്റി കൊടുക്കേണ്ട ആവശ്യം വരാറില്ല എനിക്ക്, അത്രയ്ക്ക് അബ്സോർബൻ്റ് ആണിത്. ബേബീസ് പിന്നെ ഓർക്കത്തിൽ നിന്ന് എനിക്കുമ്പോഴാണ് കൂടുതൽ വെറ്റാക്കാനൊക്കെ ചാൻസ് ഉള്ളത്. എൻ്റെ ബേബി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഞാൻ നൈറ്റ് ടൈം മൊത്തം ഇത് ഇട്ട് കൊടുക്കാറ്. പിന്നെ അങ്ങാനും ഞാനൊന്ന് ഉറക്കത്തിൽ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് വെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം, ഞാൻ ഒന്ന് വെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. ഞാൻ വരുന്ന റൂമിൽ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. നമുക്ക് 3 months ഒക്കെ ഉള്ള ബേബി ആണെങ്കിൽ അവർക്ക് ഇത്ര വലുതൊന്നും വേണ്ട. അപ്പോൾ ചെറിയ ഡയപ്പറല്ല വേണ്ടു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സാധനത്തിൻ്റെ അവിടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ണികളുടെ മേത്ത് ചെയ്യുമ്പോൾ ഒന്നുകൂടി നന്നായി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ചെറിയൊരു ഡയപ്പറായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. ഇത് അത്രയും ചെറുതാക്കാൻ പറ്റും നമുക്ക്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു സൈസിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ലൈൻ പറ്റില്ല, അതിൻ്റെ മുകളിലത്തെ ഒരു ലൈൻ വരുന്നുണ്ട്. ആ ഒരു ലൈനിൽ നമുക്കത് പിന്നെ ഇത് കൊടുക്കാൻ പറ്റും. നമ്മുടെ കുട്ടികളുടെ തടി കൂടുന്നതിനനുസരിച്ച് നമുക്കത് ഇങ്ങനെ വലുതാക്കി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതിൽ ഞാൻ ഇവിടെയാണ് നമ്മൾ നോർമൽ, കുറച്ച് കഴിഞ്ഞ് ഇതിടും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ, എൻ്റെ ബേബിക്ക് ഇപ്പോൾ അവളിപ്പോൾ ഒരു 1 year ആവാറായി. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സെറ്റിങ്ങിലാണ്. ഈ സെക്കൻഡ് ലാസ്റ്റ് അല്ല, ഒരു 2 സെറ്റിങ് കൂടി എൻ്റെ അപ്പുറത്ത് ഞാൻ 2 പിൻ വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ അടയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്ങിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇനിയും ഉണ്ണി വലുതാവുന്നതിനനുസരിച്ച് എനിക്ക് ഇനിയും 2 പിൻസ് പെൻഡിങ് ഉണ്ട്. ഇനിയും 2 പിൻസ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ അടുത്തൊന്നും വേണ്ടി വരില്ല. അത്യാവശ്യം കുട്ടികളൊന്നും വലുതായി വരുന്നവരെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡയപ്പറാണ് റിയൂസബിൾ ഡയപ്പർ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫുൾ ടൈം ഡയപ്പേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. ഫുൾ ടൈം ഡയപ്പേഴ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് കെമിക്കൽസ് ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ പോലെ അതിൽ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് അങ്ങനെ വേസ്റ്റേജ് കൂടുതൽ വരുന്നതൊന്നും ഇതിൽ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്തതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോർമലി ഊരിയെടുത്തിട്ട് ഈ ഒരു ഭാഗം ഊരിയെടുക്കുക, ഇതെടുക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊന്ന് വാഷ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു സാധനം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ വേണ്ടൂ. നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. 2 to 3 years എങ്ങനെ പോയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നമ്മൾ നോർമൽ ഉണ്ണികൾക്ക് അണ്ടർവെയർ ഇട്ട് കൊടുക്കണതിന് പകരം ഇത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് എൻവയൺമെൻറ്റിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇത് ആകുമ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഡയപ്പേഴ്സ് നമ്മൾ ആലോചിച്ചൊക്കെ ഒരു ഡയപ്പർ ഒരു ഡെയിലി നമ്മൾ ഡയപ്പർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 5-6 ഡയപ്പർ ഡെയിലി ഉപയോഗിക്കും. അതിലും കൂടുതൽ എന്തായാലും വരും. അങ്ങനെ വരുമ്പോൾ ഒരു കൊല്ലത്തിന് നിങ്ങൾ എന്തോരം ഡയപ്പേഴ്സ് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇതിലേക്ക് സ്വിച്ച് ചെയ്താൽ നമ്മളിപ്പോൾ നോർമൽ തുണി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലും നല്ലത് ഇതാണ്. കാരണം തുണിയാകുമ്പോൾ ഉണ്ണികൾക്ക് റാഷസ് വരാൻ ചാൻസ് കൂടുതലാണ്. വെറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഭാഗത്ത് നന്നായി വെറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അത് റാഷസ് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിലും നല്ലത് ഇതാണ്. ഇതാകുമ്പോൾ അവർ വെറ്റാക്കിയാൽ അവരുടെ ബോഡിയും അതൊരു എഫക്റ്റ് വരുന്നില്ല. നന്നായി അവരുടെ ബോഡി എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അവരുടെ റാഷസ് വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഡയപ്പേഴ്സ് ഉപയോഗിക്കുന്നില്ലെങ്കിലും തുണിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഞാൻ വേസ്റ്റേജ് ഒന്നും അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മാറി. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. ഞാൻ ഡയപ്പർ ഉപയോഗിക്കാറുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഡയപ്പേഴ്സാണ് ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ, എന്തെങ്കിലും പരിപാടി ഉണ്ട്, കുറച്ച് നാൾ പുറത്ത് പോയി ഇരിക്കേണ്ട സമയമാണെങ്കിൽ മാത്രം ഞാൻ ഡയപ്പർ ഇട്ട് കൊടുക്കാറുണ്ട്. വീട്ടിൽ ഡയപ്പേഴ്സ് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും, അല്ലാണ്ട് ഡയപ്പേഴ്സ് ഇട്ട് കൊടുക്കാറില്ല. നിങ്ങൾ ആരെങ്കിലും റിയൂസബിൾ ആയിട്ടുള്ള ഡയപ്പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് അറിയിക്കുക കേട്ടോ. ബാക്കിയുള്ളവർക്കൊന്ന് ഹെൽപ്ഫുൾ ആവും. അപ്പം പറ്റുകയാണെങ്കിൽ നിങ്ങൾ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റിയൂസബിൾ ഡയപ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ക്വയറീസും ഞാൻ തീർത്തന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക കേട്ടോ. വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ കുറേ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.